അപ്പോൾ DSLR ക്യാമറ കയ്യിലെടുത്ത് വ്യൂ ഫൈൻഡറിലൂടെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ അതേ സമയം തന്നെ നിങ്ങളുടെ ഇടത് കൈ ഉപയോഗിച്ച് ലെൻസിൻ്റെ സൂം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നും നിങ്ങൾക്ക് ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ടാവും. ഇത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ കണ്ണിൽ നിന്നെടുക്കാം, മുഖത്ത് നിന്ന് മാറ്റാം. ഇനി നമ്മൾ പോകുന്നത് ഫോട്ടോ എടുക്കുന്നതിൻ്റെ മുൻപേ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കണം. അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങൾ ക്യാമറ ആദ്യമായിട്ട് കയ്യിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾ ലെൻസ് ക്യാപ്പ് ആദ്യമേ നീക്കം ചെയ്ത് വെച്ചേക്കണം, റിമൂവ് ചെയ്ത് വെച്ചേക്കണം. ലെൻസ് ക്യാപ്പ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് ലെൻസിൻ്റെ സൈഡിലായിട്ട് 2 സ്വിച്ചുകൾ ഉണ്ടാവും. ചില ക്യാമറയിൽ ഒരു സ്വിച്ച് മാത്രമേ ഉണ്ടാവും, ചില ക്യാമറകളിൽ ഈ സ്വിച്ചുകൾ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. നിങ്ങളുടെ ലെൻസിൽ ഒരു വശത്തായിട്ട് നിങ്ങൾക്ക് ഒരു സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് സ്വിച്ച് ആയിരിക്കും. ഒരു ഭാഗത്ത് M ആയിരിക്കും, മറ്റേ ഭാഗത്ത് A എന്നായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഫോക്കസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പുറകെ പഠിക്കുമ്പോൾ ഇതെന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലെൻസിൽ ഫോക്കസ് എന്ന് എഴുതിയിരിക്കുന്ന സ്വിച്ച് A എന്ന മോഡിലേക്ക് മാറ്റി വയ്ക്കുക. മിക്കവാറും അതിൻ്റെ താഴെയായിട്ട് മറ്റൊരു സ്വിച്ച് കൂടി നിങ്ങൾക്ക് കാണാം. ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിക്കോൺ ക്യാമറാസിൽ VR എന്ന് എഴുതിയിട്ടുണ്ടാവും, വൈബ്രേഷൻ റിഡക്ഷൻ. അത് നിങ്ങൾ ഓൺ എന്ന അവസ്ഥയിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ 2 സ്വിച്ചുകൾ, ഫോക്കസ് എന്നുള്ളത് ഓട്ടോ എന്ന A എന്ന മോഡിലേക്ക് മാറ്റി, രണ്ടാമത് ഇമേജ് സ്റ്റെബിലൈസേഷൻ അഥവാ VR എന്നുള്ളത് ഓൺ എന്ന അവസ്ഥയിലേക്ക് മാറ്റി. ഇപ്പോൾ ലെൻസ് ക്യാപ്പ് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ക്യാമറയുടെ മെയിൻ സ്വിച്ച്, അതായത് പവർ സ്വിച്ച് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്വിച്ചിൻ്റെ അടുത്തായിട്ട് മോഡ് ഡയൽ കാണാം. ക്യാമറയുടെ മുകൾ ഭാഗത്തായിട്ട് M, AV, TV എന്നൊക്കെ എഴുതിയിട്ട് കാണുന്ന റൗണ്ടിലുള്ള ഒരു ഡയലാണ് മോഡ് ഡയൽ. ഈ ഡയൽ നിങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു സന്ദർഭത്തിലേക്കായിട്ട് ഓട്ടോ എന്ന നിങ്ങളുടെ മോഡ് ഡയലിൽ തിരഞ്ഞെടുക്കുക. അതായത് ക്യാമറ ബോഡിയിൽ ഒരു ചെറിയൊരു വൈറ്റ് ഡോട്ട് ഇട്ടിട്ടുണ്ടാവും. ആ ഡോട്ടിന് നേരെ നിങ്ങൾ ഒരു ഗ്രീൻ ബോക്സിൽ A എന്ന് എഴുതിയിട്ടുള്ള ഒരു അക്ഷരം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയിൽ ഓട്ടോ എന്ന് എഴുതിയിരിക്കുന്ന ആ ഡയൽ തിരിച്ചിട്ട് നിങ്ങൾ ഈ ബോഡിയിലുള്ള വെള്ള വരയുടെ അവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ ക്യാമറ മുഴുവനായിട്ടും ഓട്ടോമാറ്റിക് മോഡിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഇനി നേരത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതുപോലെ തന്നെ വലത് കൈ കൊണ്ട് ക്യാമറ ഹോൾഡ് ചെയ്തിട്ട് ക്യാമറ പൊക്കുക, എന്നിട്ട് ഇടത് കൈ വെള്ളയിലേക്ക് വയ്ക്കുക. വ്യൂ ഫൈൻഡർ കണ്ണ് ചേർത്ത് വയ്ക്കുക, അതും വലത് കണ്ണ് ചേർത്ത് വയ്ക്കുക. അതിനകത്തൂടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കേണ്ട ഒബ്ജക്റ്റ് കൃത്യമായി കാണുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ക്യാമറയുടെ മുകളിൽ നിങ്ങളുടെ വലത് കൈയുടെ ചൂണ്ടുവിരൽ എത്തുന്ന അതേ ദൂരത്തിൽ നിങ്ങൾക്ക് റൗണ്ടിലുള്ള ഷട്ടർ റിലീസ് ബട്ടൺ, അഥവാ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ പ്രസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കിട്ടും. അത് മുഴുവനായിട്ട് ഒരല്പ ശക്തിയിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ ക്യാമറയിൽ മുൻഭാഗത്ത് മുകളിലായിട്ട് നിൽക്കുന്ന ചെറിയ എൻട്രി ലെവൽ ക്യാമറകളൊക്കെ ആണെങ്കിൽ മുൻഭാഗത്ത് മുകളിലായിട്ട് നിൽക്കുന്ന ഫ്ലാഷ് പോപ്പപ്പ് ചെയ്ത് വരും, അതായത് പൊങ്ങി വരും. എന്നിട്ട് നിങ്ങൾക്ക് ഫ്ലാഷ് ഫയർ ചെയ്തുകൊണ്ട് മനോഹരമായ ഒരു ഫോട്ടോ ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫോട്ടോയും നിങ്ങളുടെ മൊബൈൽ ക്യാമറയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയിലോ എടുക്കുന്ന ഫോട്ടോ ആയിട്ട് വലിയ വ്യത്യാസമൊന്നും തന്നെ കാണാൻ സാധ്യതയില്ല. കാരണം മൊബൈൽ ക്യാമറ ആയാലും ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ SLR ക്യാമറ ആയാലും രണ്ടും പ്രവർത്തിക്കുന്നത് ഒരേ രീതിയിലാണ്. അത് ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന ഒരു രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങളെന്ന ഫോട്ടോഗ്രാഫറിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്തതുപോലെ കൃത്യമായ ഒരു ഫ്രെയിം നോക്കുക, അതിനുശേഷം ക്ലിക്ക് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ DSLR ക്യാമറ വാങ്ങിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾക്കനുസരിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത ചോദ്യം.